ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ അരവിന്ദൻ ആകെ തകർന്നു പോവുകയാണ്. തന്നെ ജയപാലൻ ചതിച്ച കാര്യം ഓർത്തിട്ട് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അയാളാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് പുറകിൽ സുഹൃത്തിനെ ചതിച്ചവൻ എന്നൊക്കെ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അരവിന്ദൻ മക്കൾ ഉറങ്ങുന്ന റൂമിൽ പോയി നോക്കുകയാണ്. മക്കൾ സുഖമായി ഉറങ്ങുന്നത് കണ്ടിട്ട് ഒരു ദീർഘനിശ്വാസത്തോട് കൂടിയിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുകയാണ്. വാതിൽ പതുക്കെ അടച്ചിട്ട് ആ സമയത്ത് അതിനുശേഷം പിന്നീട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയും സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുകയാണ്. അമ്മയുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് അരവിന്ദന് അറിയാം. അതായത് നമ്മുടെ ഗംഗയെ വിനീതിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാത്തതിലുള്ള വിഷമമൊക്കെ അമ്മയ്ക്കുണ്ട്, ആ ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അമ്മയുടെ ഉള്ളിൽ അരവിന്ദനോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ളത് അരവിന്ദന് അറിയാം. അതിനുശേഷം അമ്മയുടെ കാലൊക്കെ തൊട്ട് വന്നിച്ചതിന് ശേഷം എന്തോ ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാനാണ് അയാൾക്ക് തോന്നുന്നത്. അമ്മ എന്നോട് ക്ഷമിക്കണം, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മക്കളുടെ കാര്യമല്ലേ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ട്. അതിനൊക്കെ ശേഷം എഴുന്നേറ്റ് ഇങ്ങനെ പോരുന്ന സമയത്ത് ശാരദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ അരവിന്ദേട്ട, എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല അരവിന്ദേട്ടന് ഇത് എന്ത് പറ്റി, എന്താണെങ്കിലും എന്നോടൊന്ന് പറ എന്ന് പറയാണ് ശാരദ. ആ സമയത്ത് ശാരദയോട് അരവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ജീവനൊക്കെ എൻ്റെ ഈ കുടുംബമാണ്, ഇത് ഒരിക്കലും ഒരു കേടും പറ്റരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരവിന്ദേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്, അല്ല ഗംഗയുടെ കാര്യം ആലോചിച്ചിട്ടാണോ, നമ്മുടെ വിനീതിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ആലോചിക്കണം, സുജാതയോട് നല്ലതുപോലെ നിൽക്കണം, അവളെ കാണൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്ന് പറയാണ് ശാരദയോട്. ശാരദ പറയുന്നുണ്ട്, സുജാതയുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സുജാത ഇവിടെ വന്നിട്ട് മക്കൾ പ്രാകുന്നതൊക്കെ കണ്ടില്ലേ, അതൊന്നും കുഴപ്പമില്ല, എന്തൊക്കെ വന്നാലും സുജാത ഒരാളുള്ളത് കൊണ്ടാണ് നീയും മക്കളും അമ്മയൊക്കെ ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിച്ചത്. ഇവിടെ ഇനിയിപ്പോൾ സുജാത ഇല്ലെങ്കിലും ജയപാലേട്ടൻ ഉണ്ടല്ലോ, ജയപാലേട്ടനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത്, അരവിന്ദേട്ടൻ ഇല്ലെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ജയപാലേട്ടൻ നോക്കിയായിരുന്നു എന്ന് പറയുമ്പോൾ ജയപാലുണ്ട്, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും എത്രയൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജയപാലൊക്കെ പുറത്തുള്ള ഒരാളാണ്, അത് മാത്രമല്ല എന്നും രക്തം മാത്രമേ കൂട്ടിനുണ്ടാവത്തുള്ളൂ, അതുകൊണ്ട് നിനക്കും മക്കൾക്കും കൂട്ടിനായിട്ട് സുജാതയും വിനീതും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇതെന്താ ഇപ്പം ഇങ്ങനെ പറ്റിയത്, ജയപാലേട്ടനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്താണ്, എന്താ പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾ പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിട്ടുണ്ടാകും, ജയപാലേട്ടൻ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കിയിട്ടുണ്ടാകും, അതല്ലേ ഇപ്പോൾ പ്രശ്നം, അതിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് മാറില്ലേ, നിങ്ങളെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് ശാരദയും പോവാണ്. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടേ, അരവിന്ദേട്ടൻ വന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദ എന്നോട് പറഞ്ഞിട്ട് നീ പൊക്കോ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഒരുങ്ങുകയാണ്. നീളയാണെങ്കിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങുന്നുണ്ട്, കാവേരിയും യമുനയൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗംഗയും അണിയിച്ചൊരുക്കുകയാണ്, ആഭരണങ്ങളൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനീതും നിവിനും കൂടിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. നിവിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യുന്നുണ്ട്. സുജാതയൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല, സുജാതയും മോളൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇവർ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ അമ്മയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശാരദ ഓരോരുത്തരെയായിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിശാലിൻ്റെ അമ്മയും കൂടിയിട്ട്, അതായത് ജയപാലിൻ്റെ ഭാര്യയും വിശാലും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജയപാലിൻ്റെ മകനാണല്ലോ വിശാൽ, അവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് എല്ലാവരും ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഡ്രസ്സ് ചെയ്തത് അച്ഛനെ കാണിക്കാനായിട്ട് ചെല്ലും. ശാരദയോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അരവിന്ദൻ എന്തെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അരവിന്ദേട്ടൻ ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നത്, അത് കാരണം എഴുന്നേറ്റിട്ടില്ല, ഇപ്പോൾ വരും എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നിവിനും അതുപോലെ തന്നെ നമ്മുടെ വിനീതൊക്കെ അന്വേഷിക്കുന്നുണ്ട് അരവിന്ദനെ. അത് സമയത്താണ് നീള അങ്ങോട്ടേക്ക് ഡ്രസ്സ് ചെയ്തത് കാണിക്കാനായിട്ട് ചെല്ലുന്നത്. അച്ഛതേ നോക്കി, ഞാൻ പുതിയ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, എങ്ങനെയുണ്ട്, നല്ലതല്ലേ അച്ഛാ, നന്നായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അരവിന്ദനെ വിളിക്കുമ്പോൾ അരവിന്ദൻ മിണ്ടുന്നില്ല കേട്ടോ. അച്ഛ ഒന്ന് നോക്കി, എൻ്റെ ഡ്രസ്സ് നോക്കി കൊള്ളാമോ എന്നൊന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ മിണ്ടുന്നില്ല. അങ്ങനെ പിടിച്ചിങ്ങോട്ട് തിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ഇങ്ങോട്ടേക്ക് നോക്കി, അച്ഛൻ എന്താ മിണ്ടാത്തത് എന്ന് എണീക്ക് അച്ഛൻ, എല്ലാവരും വന്നു തുടങ്ങി, ആളുകളൊക്കെ വന്നു തുടങ്ങി, അച്ഛൻ ഇപ്പോഴും ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ നീള ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം എന്നിട്ടും മിണ്ടുന്നില്ല. അപ്പോൾ അവൾക്ക് പേടിയാവണ്, അമ്മ ഇതേ അച്ഛൻ മിണ്ടുന്നില്ല, അച്ഛൻ ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശാരദ ഓടി വരുന്നുണ്ട്. ഇതുവരെ എഴുന്നേറ്റില്ല, ഇതേ അമ്മ അച്ഛനെ വിളിച്ച്, അച്ഛൻ മിണ്ടുന്നില്ല, അച്ഛനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ശാരദ വന്നിട്ട് ഇതേ എഴുന്നേറ്റ്, എല്ലാവരും വന്നു തുടങ്ങി, ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് ശാരദ ഇങ്ങനെ വിളിക്കും.
വിളിക്കുന്നുണ്ട്. ഒരുപാട് ഒച്ചത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ അപ്പോഴും അരവിന്ദൻ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ആകെ വിഷമിച്ച് പോവാണ്. പെട്ടെന്ന് ഇവരുടെ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട് കാവേരിയും അതുപോലെ ഗംഗയും യമുനയൊക്കെ ഓടി വരുന്നുണ്ട്. അച്ഛൻ എന്ത് പറ്റി അച്ഛൻ പറഞ്ഞു എല്ലാവരും കൂടി അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് അമ്മയും ഓടി വരുന്നുണ്ട്. മോനെ എഴുന്നേക്ക്, എന്താ അരവിന്ദ നിനക്ക് പറ്റിയത്, മോനെ എഴുന്നേക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് പുറത്ത് നിൽക്കുന്ന വിനീതും നവീനും കൂടി ഓടി വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓടി വന്നിട്ട് ഇങ്ങനെ എല്ലാവരും അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ തടിച്ചു കൂടട്ടെ എന്താ പറ്റിയതെന്ന് അറിയാഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ എല്ലാവരും കൂടി ഇവർ രണ്ടുപേരും കൂടി ഓടി വന്നിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അമ്മാവ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. ഒന്ന് എഴുന്നേറ്റേന്ന് പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ വിളിക്കുകയാണ്. നിവിനെ വിളിക്കുന്നുണ്ട്, അങ്കിൾ എന്ന് എഴുന്നേറ്റേന്ന് പറഞ്ഞിട്ട് ആര് വിളിച്ചിട്ട് എഴുന്നേക്കില്ല. കാവേരി ആണെങ്കിൽ ഒരു ഭയങ്കര കരച്ചിലാണ്. എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. അച്ഛൻ എഴുന്നേൽക്കുക എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എഴുന്നേൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആംബുലൻസ് വിളിക്കുകയാണ്. ആംബുലൻസ് വിളിച്ചതിന് ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാവേരിയും അതുപോലെ ഗംഗയും കൂടെ ആ ആംബുലൻസിൽ കയറി പോകുന്നുണ്ട്. ആ സമയത്താണ് വിശാലും നമ്മുടെ ജയപാലിൻ്റെ ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിന്ന് പോവുകയാണ് എല്ലാവരും കൂടെ. ലാസ്റ്റ് ആരോ പറയുന്നുണ്ട് അരവിന്ദേട്ടൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശാരദയ്ക്ക് ആകെ തകർന്ന് അങ്ങനെ നിൽക്കുകയാണ്. മക്കളൊക്കെ കരച്ചിലാണ്. യമുനയും നിലയും ഗംഗയും കാവേരിയും കൂടിയിട്ടാണ് കാറിൽ ആ ആംബുലൻസിൽ കയറി പോയിട്ടുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഡോക്ടറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് തന്നെ ഇയാൾ മരിച്ചു പോവാട്ടോ. പോകുമ്പോഴേക്ക് തന്നെ ഇയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു അരവിന്ദൻ. അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ പരിശോധിക്കുകയാണ്. വഴിയിൽ വെച്ച് തന്നെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഡോക്ടറുടെ കാർ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരികയും അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എന്താ സംഭവം എന്നറിയാഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് മരിച്ചുപോയി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് യമുനയും ഗംഗയും കാവേരിയും ഭയങ്കര കരച്ചിലാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. അതുപോലെ വിനീതാന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് വിനീത്. അപ്പോൾ ആരും ആശ്വസിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. നിവിനാണെങ്കിൽ വിനീതിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അവനും കരയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര കരച്ചിലാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ ഇവർ പോയിട്ട് അതേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് തന്നെ ഈ നമ്മുടെ ആംബുലൻസ് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നത് കണ്ടിട്ട് എല്ലാവരും ആകെ അതിശയിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. ആ സമയത്ത് ആ വണ്ടിയിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് ഗംഗയും വിനീതും കാവേരിയും കൂടിയിട്ട് ഇറങ്ങുകയാണ്. ഇവർ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് മറ്റുള്ളവർ. ആ സമയത്താണ് അരവിന്ദിനെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. അത് കണ്ടപ്പോൾ എല്ലാവരും ആകെ തകർന്നു പോവുകയാണ്. എന്താ സംഭവിച്ചത് എന്ന് അറിയാഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശാരദ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛൻ എന്ത് എഴുന്നേൽക്കാത്തത് എന്നിങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവസാനം കാവേരി തന്നെ പറയുന്നുണ്ട് അച്ഛൻ നമ്മളെ വിട്ടുപോയി അമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എല്ലാവരും കൂടെ ഒരു കൂട്ട കരച്ചിലാവുകയാണ് അവിടെ. ശാരദയ്ക്ക് ഭയങ്കരമായിട്ട് കരയാണ്. പിന്നീട് എല്ലാവരും കൂടെ ചേർന്ന് അരവിന്ദനെ അവിടെ അകത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. വെള്ളമൊക്കെ പുതപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗംഗയെ വിവാഹ നിശ്ചയം നടത്താനായിട്ട് ഉള്ള കൂട്ടർ വരുന്നത് കേട്ടോ. ആ ഫാമിലി വരുന്ന സമയത്ത് ഇവിടെ എന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാഞ്ഞിട്ട് ഇങ്ങനെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ വിശാൽ ജയപാലിനെ വിളിക്കുന്നുണ്ട്. ജയപാലിനെ വിളിക്കുന്ന സമയത്ത് ജയപാൽ പറയുന്നുണ്ട് ദേ മോനെ ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അച്ഛനൊന്ന് വേഗം വരും, ഇവിടെ ആകെ പ്രശ്നമാണ് എന്ന് പറയണം. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്കിള് എന്ന് പറയണം. എന്ത് പറ്റി അരവിന്ദന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അരവിന്ദൻ അങ്കിള് മരിച്ചു പോയ അച്ഛ എന്ന് പറയണം. അത് കേട്ടതും ജയപാലിന് ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അയാൾക്കാകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അയാൾ ഇതേ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്താണ് മറ്റേ വിവാഹ നിശ്ചയത്തിൻ്റെ ടീം എത്തുന്നത്. അവർ വന്നിട്ട് ഇവിടെ ആളും ബഹളമൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ കാലാവസ്ഥ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടുത്തെ അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം പറയണം. അവരകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കാണുന്നത് എല്ലാവരും ഇങ്ങനെ പൊട്ടി കരയുന്ന രംഗം കാണുകയാണ്. അതേ സമയത്ത് ഗംഗ തന്നെ വിവാഹം കഴിക്കാനായിട്ട് എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് വന്ന ആ പയ്യനെ ഋഷി എന്ന് പറഞ്ഞ പയ്യനെ ആദ്യമായിട്ട് കാണുകയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അവരും തന്നെ ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം പിന്നീട് വിനീതിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവൻ്റെ അമ്മയും ചേച്ചിയൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ സുജാതയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ഓ നീ വന്നോ, നീ അവിടെ തന്നെയായിരുന്നു, ഇന്നലെ ഞാൻ നിന്നെ എന്തോരം ഫോൺ ചെയ്തു, നീ ഒന്ന് ഫോൺ എടുത്ത് പോലും ഇല്ലല്ലോ, നീ അവിടെ തന്നെ കിടക്കുകയാണോ, നിന്നെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും നിനക്ക് നാണില്ലേണോ അവിടെ അങ്ങനെ പോയി കിടക്കാനായിട്ട്, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന് നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലേ, ഇനി എന്തിനാ ഇങ്ങോട്ടേക്ക് പോകുന്നത്, എൻഗേജ്മെൻറ്റും നടത്തിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയട്ടോ.
അപ്പോൾ ഇവനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഒന്ന് നിർത്ത് എന്നിങ്ങനെ പറയുന്നു. എന്തിനു ഞാൻ നിർത്തണം? എനിക്ക് അങ്ങനെ ഒരു കുടുംബമില്ല, അങ്ങനെ ഒരു ബന്ധമില്ല, അങ്ങനെ ഒരു ആങ്ങളയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇനി അങ്ങനെ ഒരു ആങ്ങളയില്ല അമ്മ, ആ ആങ്ങളെ പോയി എന്ന് പറയാം. എന്താണ് നീ പറയുന്നത്? അതേ അമ്മേ, അമ്മാവൻ മരിച്ചു പോയി എന്ന് പറയണം. അത് കേട്ടതും സുജാത ആകെ പൊട്ടിക്കരയാണ്. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ അരവിന്ദേട്ട അരവിന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് സുജാതയും പൊട്ടിക്കരയാണ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സുജാതയ്ക്ക് ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ് തൻ്റെ ചേട്ടനെ ഇങ്ങനെ ഗംഗയെ കൊടുക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ടുള്ള ഒരു വിഷമം മാത്രമാണ് ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇവരവിടെ വന്ന് നിൽക്കുന്നത് സുജാത കാണുന്നത്. സുജാത ആ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ മോന് പറഞ്ഞു വെച്ച പെണ്ണായിരുന്നു ഗംഗ, ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ഈ വീട്ടിൽ ആദ്യം കാലെടുത്ത് വെച്ചോ ആ സമയം തന്നെ നാശം വന്നു, എൻ്റെ ചേട്ടനെ കൊണ്ടുപോയത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റമായിട്ട് അവർ വന്ന് കാലുകുത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ള രീതിയിൽ പറയാണ് സുജാത ചെയ്യുന്നത്. ആ സമയത്തും സുജാത അവിടെ ഒരു സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും പിന്നീട് ജയപാൽ അവരോട് പോകാനായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവരവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അവരങ്ങനെ അരവിന്ദൻ്റെ കാലൊക്കെ തൊട്ട് വന്നിച്ചതിന് ശേഷം അവർ തിരിച്ചു പോവാണ്. പിന്നീടാണെങ്കിൽ ജയപാലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. ആ സമയത്ത് കാവേരി വന്നിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്കിൾ, ഇത് അച്ഛൻ്റെ പോക്കറ്റിൽ ഇരുന്ന കാശാണ്, ഇതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അത് വേണ്ട മോളെ, ആ കാശ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്തോളാം, എൻ്റെ അരവിന്ദന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇങ്ങനെ ഭയങ്കര സീന് അഭിനയിക്കുക. കാരണം അയാൾ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ കാവേരി പാവം ഇതൊന്നും അറിയാതെ ആ പൈസയും കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ അരവിന്ദനെ അടക്കാനായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര പൊട്ടിക്കരച്ചിലും ഒക്കെ ഭയങ്കര സീനാണ് ആ സമയത്ത്. അങ്ങനെ ഇവർ പെൺകുട്ടികൾ മാത്രമല്ലേ, അത് കാരണം ആര് ചിതയ്ക്ക് തീ കൊളുത്തും എന്നുള്ളതിനൊരു ഇത് വരികയാണ്. ആ സമയത്ത് അവിടെ ഉള്ളവർ ജയപാൽ പറയുന്നുണ്ട് അവൻ്റെ സഹോദരിയുടെ മകനാണ് വിനീത് ചെയ്യട്ടെ എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് കാവേരിയും അതുപോലെ ഗംഗയും കൂടിയിട്ട് ഇവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു, ആംബുലൻസിൽ കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് നമ്മുടെ അച്ഛന് നമുക്ക് ചിതയ്ക്ക് നമ്മുടെ അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാം ചേച്ചി എന്നിങ്ങനെ പറയാണ്. ഗംഗയും പറയുന്നുണ്ട് അതെ നമുക്ക് ചെയ്യാം അച്ഛൻ്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് ജയ്പാലിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോൾ മോളെ പെൺകുട്ടികൾ ചെയ്തുകൂടാ, ആൺകുട്ടികളാണ് അത് ചെയ്യാറ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇല്ല അങ്കിൾ, ഞങ്ങൾക്ക് ചെയ്യണം, ഞങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ, ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അച്ഛന് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവർ വാദിക്കുകയാണ്. അവസാനം ജയ്പാൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ തന്ത്രിമാരോടൊക്കെ പറയുമ്പോൾ അവരൊന്നും സമ്മതിക്കുന്നില്ല, നാട്ടുകാരൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം ജയ്പാൽ അവരെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗയും കാവേരിയും കൂടിയിട്ടാണ് അരവിന്ദൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. പിന്നീട് അതിനുശേഷം അവരുടെ വീട് ആകെ തകർന്നു പോവുകയാണ്. പിന്നീട് അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ തമിഴിലും എപ്പിസോഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഒറിജിനൽ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഓരോ പുതിയ അപ്കമിങ് എപ്പിസോഡുകളും ഞാൻ ഈ ചാനലിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.